മഹത്തായ ഒരു ബലിയുടെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. എല്ലാവർക്കും സമത്വം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല വ്യക്തിയെ അധികാരമുള്ളവർ, പണമുള്ളവർ ചേർന്ന് അടിച്ചു കൊന്ന് മണ്ണിലേക്ക് കുഴിച്ചിട്ടിട്ട് നമ്മുടെ സാധുക്കളായ നമ്മുടെ ആ സംസ്ഥാനത്തെ ജനങ്ങളോട് പറഞ്ഞായിരുന്നു, ഇയാൾ ഈ ദിവസം മടങ്ങി വരും, നിങ്ങൾ എല്ലാവരും നല്ല സദ്യയൊക്കെ കൊണ്ട് പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. അധികാരമുള്ളവൻ ഒരാളിന് ബലി കൊടുത്ത ആ ദിവസത്തിന്റെ ഓർമ്മ പുതുക്കുന്ന ദിവസമാണ്. എന്തായാലും മഹത്തായ ഒരു ബലിയുടെ ഓർമ്മ പുതുക്കലിനായി നമ്മൾ വീണ്ടും ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, മഹാബലി എന്ന് പറയുന്ന മഹത്തായ ബലി ചെയ്യപ്പെട്ട ആ ഭരണാധികാരി മടങ്ങി വരുന്നുവെങ്കിൽ അദ്ദേഹം വന്നിറങ്ങുന്നതും അദ്ദേഹം രുചിച്ചു നോക്കുന്നതും മണ്ണരങ്ങിൽ ഒരുക്കിയിരിക്കുന്ന ഈ കാർഷിക ഉൽപ്പന്നങ്ങളും ഇതിന്റെ രുചിക്കൂട്ടുമായിരിക്കും. മഹാബലി എന്ന് പറയുന്ന വ്യക്തി ഒരുപക്ഷെ സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും അല്ലെങ്കിൽ ത്രിശങ്കു സ്വർഗത്തിലാണെങ്കിലും അവിടെ നിന്നും യാത്ര തിരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് അകമ്പടി സേവിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ ഒരു പടപ്പുറപ്പാട് പോലെ ഒഴുകി വരുന്നത് പ്രേം സിംഗേഴ്സിന്റെ ശബ്ദമായിരിക്കും. അതിനു വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇന്നിവിടെ പ്രേം സിംഗേഴ്സ് ഒത്തുകൂടിയിരിക്കുന്നതും. മലയാളത്തിന്റെ നമുക്കറിയാം ഏറ്റവും സുന്ദര പുരുഷനായ ലോക സിനിമയിൽ തന്നെ ഗിന്നസ് റെക്കോർഡിൽ പേര് നേടിയ പ്രേം നസീർ എന്ന് പറയുന്ന ആ നടൻ ഒരുപക്ഷെ അഭിനയിച്ച് അനശ്വരമാക്കിയ ഗാനങ്ങൾ ഇവിടെ പലരുടെയും നാവിലൂടെ ഇങ്ങനെ പുറത്തേക്ക് വരും. നമുക്ക് ആസ്വദിക്കാം. അങ്ങനെ ഈ ഓണദിനം നമുക്ക് സുന്ദരമാക്കാം. പ്രേം സിംഗേഴ്സിനും ഈ കാർഷിക മേളയ്ക്കും എല്ലാവിധ ആശംസകളും. നന്ദി, നല്ല നമസ്കാരം.